ചെറുപുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടും പാർട്ടി നേതാവായ KD അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ നമ്മുടെ പാർട്ടി നേതാവായിട്ടുള്ള KD അഗസ്റ്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ജനൻ TV വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മേലെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും KD അഗസ്റ്റിൻ തന്നെ ഇപ്പോൾ അവർക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് ഒരു മധ്യസ്ഥം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആക്ഷേപമായി ഉന്നയിച്ചിരുന്നത്. തികച്ചും വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്. 40-45 വർഷക്കാലത്തിലേറെയായി വ്യത്യസ്ത മേഖലകളിൽ വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരികയാണ് KD അഗസ്റ്റിൻ. ഇന്നേ വരെ KD അഗസ്റ്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഉയർന്നു വന്നിട്ടില്ല. ഇങ്ങനെ അനാവശ്യമായി ആര് പറഞ്ഞു എന്നതും അല്ലെങ്കിൽ എവിടെ നിന്നാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ലാതെ ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ പ്രദേശങ്ങളിലാകെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ആ കൂട്ടത്തിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ചെറുപുഴ ടൗൺ വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2014-15 വർഷം ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ആ പരാമർശം എന്ന് പറയുന്നത് അവിടെ 2-3 ലക്ഷത്തിൽ പരം രൂപയുടെ കണക്കിലെ വ്യത്യാസം ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ക്രമപ്പെടുത്തണം എന്ന് അന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ക്രമപ്പെടുത്തിയിരുന്നില്ല. ഇവർ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അത് കുറച്ചു കാലം നീണ്ടുപോയി. ഇപ്പോൾ ഒരു ഓഡിറ്റർ അത് വീണ്ടും പരിശോധിച്ച് എഴുതി വെക്കുന്നതായിട്ട്. പക്ഷേ ഇപ്പോൾ എഴുതി വെച്ചപ്പോൾ അന്ന് താൽക്കാലിക ചുമതല കൊടുത്തിരുന്ന അനില ദേവസ്യയുടെ പേര് പരാമർശിച്ചു. ഞാനിത് അങ്ങനെ തന്നെ പറയുന്നത് ഒരു ഓപ്പൺ ഡോക്യുമെൻ്റാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിവരാവകാശ രേഖ പ്രകാരം ആവശ്യപ്പെട്ടാൽ കിട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി. അപ്പോൾ ആ പരാമർശം നടത്തിയപ്പോൾ സ്വാഭാവികമായി ഭരണസമിതിക്ക് ഒരു കാര്യം, അത് ഇപ്പോഴത്തെ റിപ്പോർട്ടിനകത്താണ്, ഒന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, അവർക്ക് നോട്ടീസ് അയക്കുക. ആ നിലപാട് തന്നെയാണ് ഭരണസമിതി സ്വീകരിച്ച്. അവരാണെങ്കിൽ ഞാൻ എൻ്റെ എരിവ് പണവും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചുവെങ്കിലും പേര് പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി കാശെല്ലാം അടച്ച്, അതും പ്രത്യേക കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണക്ക് വ്യക്തമായി പരിശോധിച്ച് അത് കണ്ടെത്തി പണം തിരിച്ച് കൊടുക്കാമെന്നുള്ള നിലക്ക് തന്നെ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പണമെല്ലാം നേരത്തെ തന്നെ 1 മാസം മുമ്പ് തന്നെ അടക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള റിപ്പോർട്ടുകളും ഒരുപക്ഷെ ഏതെങ്കിലും സെക്രട്ടറി അടക്കണം മറ്റെല്ലാം പറയുന്ന സാധാരണമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല. എന്നാൽ ഇതിനേക്കാൾ വലിയ അഴിമതികളും ചില സ്ഥലങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് ഇതേ പഞ്ചായത്തിനകത്ത് തന്നെ ചില സ്ഥലത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നെടുക്കുക ഇതുപോലെ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച്. 100 കണക്കിന് വരുന്ന സഹകരണ സംഘങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചെറിയ തോതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം
ഓഡിറ്റ് കണ്ടുപിടിച്ച് പരിശോധിച്ച് പരിഹരിച്ചു പോവുക. ഇതാണ് സാധാരണ ചെയ്യുന്ന പതിവ്. അതുപോലെ ഇവിടെയും അതിൻ്റെ റെക്ടിഫിക്കേഷൻ എല്ലാം പൂർണ്ണമായി നടത്തി കഴിഞ്ഞതാണ്. അതാണ് പൊക്കിപ്പിടിച്ച് വലിയ തോതിൽ എന്തിനാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ പഞ്ചായത്തിൽ നല്ല ഫലപ്രദമായ ഇടപെടലാണ് നടത്താൻ വേണ്ടി സാധിക്കും. വികസന രംഗത്ത് പ്രത്യേകിച്ച് സമീപ പ്രദേശങ്ങളിൽ തികച്ചും വ്യത്യസ്തമായിട്ട് 400-ലേറെ വരുന്ന വീടുകൾ ഒറ്റയടി പണി കഴിപ്പിച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. മന്ത്രിയെ ക്ഷണിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ കിലോമീറ്ററുകളോളം വരുന്ന വൈദ്യുതി ലൈൻ വലിച്ച് മാതൃക കാണിച്ചതാണ് ഈ ഗ്രാമപഞ്ചായത്ത്. വ്യത്യസ്ത മേഖലകളിലെ നല്ല മാതൃകാപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തെയും ഇകഴ്ത്തി കാണിക്കാൻ ഇതിൻ്റെ ഈ അഴിമതി ആരോപണവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങളോട് പറഞ്ഞേക്കാം, ഈ പറയുന്നതൊന്നും തന്നെ വസ്തുതക്ക് നിരക്കുന്നതേ അല്ല. ഇത് പൊക്കിപ്പിടിച്ച് വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കാം എന്ന് കരുതി മുന്നോട്ട് വരുന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. ഞങ്ങൾ കൃത്യതയോടെ ഇതിന് മറുപടി പറയുക മാത്രമല്ല, ശരിയായ നിലയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇകഴ്ത്തി കാണിക്കാൻ മുന്നോട്ട് വന്നാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നത് തന്നെ UDF പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ ഉൾക്കിടലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെ മുറിച്ചു കിടക്കും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഓഫീസ് CPIക്കാർ മാത്രം വരുന്ന ഓഫീസല്ല. ഇവിടെ BJPയുടെ, കോൺഗ്രസിൻ്റെ, UDFൻ്റെ, വ്യാപാരികളുടെ അങ്ങനെ വ്യത്യസ്ത ആളുകൾ ഞങ്ങളുടെ അടുത്ത് മധ്യസ്ഥന് വരാറ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കൃത്യമായ നിലപാട് സ്വീകരിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകും എന്നുകൊണ്ടാണ്. അങ്ങനെ നിരവധിയായ കോൺഗ്രസ്സുകാരുടെ വിഷയങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ശരിയായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ പരാതിക്കാരും അതേ പ്രതിയും അവരെല്ലാം ഈ പാർട്ടിയുടെ ഇതിന് മധ്യസ്ഥം പറയുന്നവരുടെ നിലപാടിനെ കണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന ഒരു പ്രദേശമായിരുന്നു. എന്തേ ഒരു പ്രശ്നവും അവരോടൊക്കെ പോകാത്തത്? കാരണം അവർ എവിടെയാണോ തൂക്കം കൂടുതൽ അവിടത്തേക്ക് ആടും എന്നതാണ്. ഇപ്പോൾ അവർ പത്രസമ്മേളനത്തിലെല്ലാം പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുതയുള്ള കാര്യം പറയും. കോറിക്കാരോട് മറ്റേ ബാറിനോട് എല്ലാം പണം വാങ്ങും. അതും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നിട്ട് മലയോരത്തെ CPMൻ്റെ നേതൃരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ആർഭാട ജീവിതം സ്വീകരിക്കുന്നു. ഒരു പത്രത്തിൻ്റെ തലക്കെട്ടാണ്. എത്രമാത്രം അവകാശമാണ്! ആരാ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആൾ ഏത് കേസിലാണ് പെട്ടിട്ടുള്ളത്? ഇപ്പോഴത്തെ DCC നിർവാഹക സമിതി അംഗത്തെക്കുറിച്ച് നാട്ടിലാകെ ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. കത്തിന് ആളെ പേര് വെച്ചിട്ടില്ല, ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കത്തിലെന്താ പറയുന്നത്? സ്വന്തം ജീവനക്കാരിയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നാണ്. എന്നിട്ട് പണം കൊടുത്ത് തീർത്തത്. ഞങ്ങൾ ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരണം ഞങ്ങളുടെ മുമ്പിൽ കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ടാണ്. അത്തരം ആളുകളാണ് വന്നിട്ട് പത്രസമ്മേളനം നടത്തി ഏറ്റവും നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന. അത് ഞങ്ങൾ ഇവിടുത്തെ മാത്രമല്ല, പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും പൊതുജീവിതം മാതൃകാപരമാക്കുന്നത്. അതുകൊണ്ട് ബാറിനോട് പണം മേടിച്ചു, കോറിക്കാർ ഇതെല്ലാം വാങ്ങുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കാൻ കഴിയും. ഞങ്ങൾ ഇവരിൽ നിന്നും പണം വാങ്ങാറില്ല. ഞങ്ങളൊരു സംഭാവന പോലും ഇവരിൽ നിന്ന് വാങ്ങാറില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച് കോറിക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞത്. മറ്റെല്ലാവരും ആ സമരം നടക്കുന്നതിനിടയിലും അവരുടെയൊക്കെ പോയി ഫണ്ട് വാങ്ങിയവരാണ്. ഞങ്ങളങ്ങനെ വാങ്ങിയാൽ ഞങ്ങളായിപ്പോൾ കേസ് നടത്തുന്നത് പല കോറിയിലും വലിയ പോരാട്ടം നടത്തി ചില പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഇടപെട്ടത് ന്യായമായി തീർക്കും. ചില ന്യായക്കേടുകൾ ഉണ്ടെങ്കിൽ നമ്മളതിന് മാറും. അങ്ങനെയാണ് സാങ്കല്പികമായിട്ട് ഒരു അമ്മയെയും മകനെയും സൃഷ്ടിക്കുന്നത്. ഇവർ പറയട്ടെ, ഇന്ന അമ്മ ഇന്ന മകൻ ഇന്നതാണ് പ്രശ്നം. സാങ്കല്പികമായി ഒരു കഥ മെനഞ്ഞ് ആ കഥയാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയ അയാളാണ്
കോഴിക്കോട് ലേഖകൻ ജനൻ ടി വിയുടെ, അദ്ദേഹം പറയുന്നത് ഒരു വിഷവുമില്ലാതെ ഈ നവമാധ്യമത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ അദ്ദേഹം ഇത് പ്രചരിപ്പിക്കുന്നത് എത്ര അല്പത്തരമാണെന്ന് അവരാലോചിച്ചാൽ മതി. അതുകൊണ്ട് ഈ വിഷയത്തിൽ KD അഗസ്റ്റിൻ ഈ കാര്യങ്ങൾ നിർവഹിച്ചു. ആ വിഷയം അങ്ങനെ അതിട്ട് പറഞ്ഞതാ, CPM പെരിങ്ങോ ഏരിയ കമ്മിറ്റി കമ്മീഷനെ നിയമിച്ചു. ഞങ്ങളുടെ പാർട്ടിയിൽ കമ്മീഷനിൽ നിശ്ചയിക്കണമെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കൊന്നും ആവില്ല. അതുപോലും അറിയാതെയാണ് CPM 3 അംഗ കമ്മീഷനെ നിയമിച്ചു. എന്നിട്ട് അന്വേഷണം നടത്തുന്നു, ചോദ്യം ചെയ്തു വരുന്നു എന്നെല്ലാം പറയുന്നത് അങ്ങേയറ്റ അവാസ്തവമായ കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനമില്ല. ഇപ്പം ഇന്നലെ ശശിയേട്ടൻ കൂടി പറഞ്ഞു ഒരു സ്ഥാപനത്തെക്കുറിച്ച്. ഇവിടെ ഒരു 10-20 കൊല്ലം മുമ്പ് പാടിയോട്ടിച്ചാലിൻ്റെ പുളിങ്ങോ ശാഖയിൽ നടന്ന ഏറ്റവും വലിയ വെട്ടിപ്പ് ഈ നാടറിഞ്ഞതല്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ മാനേജറെ അന്ന് പുറത്താക്കിയത്? ഇപ്പം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ UDF ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന പാർട്ടി സൊസൈറ്റിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതെല്ലാം മൈക്ക് കെട്ടി വിളിച്ചു പറയാന്നുള്ളത് ഞങ്ങളുടെ ജോലിയല്ല. ഞങ്ങളെക്കൊണ്ട് പറയിച്ചതാ. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, പാലിന് വില കൊടുക്കുന്നില്ല, കൃത്യമായ കണക്കില്ല എന്നെല്ലാം പറഞ്ഞു ഒരു ക്ഷീരകർഷകൻ ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. അത് CPMൻ്റെ അനുഭാവിയല്ല, UDF അനുഭാവിയായ ക്ഷീരകർഷകനാണ്. നിങ്ങൾ കൂടെ അന്വേഷിക്കണം എവിടെയാണത് വരിക. UDF ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പാർട്ടി സൊസൈറ്റിയിൽ. അങ്ങനെ എല്ലാ വൃത്തികളുടെയും പര്യായപദമായ ഇത്തരം ആളുകളാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പം ആർഭാട ജീവിതം. ഇപ്പം അവർ നേതാക്കന്മാർ എന്ന് ആലോചിക്കുന്നത് ഈ KD അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെപ്പോലുള്ള ആളായിരിക്കും. ഞങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്തതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് പാർട്ടിക്കുള്ളിലുള്ളവരായാലും പുറത്തുള്ളവരായാലും അതെല്ലാം പരിശോധിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വരുമാനം ഓരോ വർഷവും പാർട്ടിക്ക് കൊടുക്കുന്ന, ഇന്ത്യയിലെ ചെറിയ പാർട്ടിയാണെങ്കിൽ ഈ പാർട്ടിയായത് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരും അവരുടെ വാർഷിക വരുമാനം സംബന്ധിച്ച് പാർട്ടിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെയുള്ള സംവിധാനമുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് വലിയ തോതിൽ കള്ളപ്രചാര വേല സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ സാധിക്കില്ലാതൊരു നിലയുണ്ട്. ഇവരേതെങ്കിലും വിധത്തിൽ പറഞ്ഞു. ഇപ്പോൾ UDF MP 6 വർഷമായില്ലേ നമ്മുടെ പഞ്ചായത്തിനെ കൂടി പ്രതിനിധീകരിക്കുന്നത്. എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം 6 വർഷം എത്ര കോടി ഉറുപ്പിക അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ടാവും. UDFന് സാമാന്യം ഭേദപ്പെട്ട ശക്തിയുള്ള സ്ഥലമല്ലേ. അവർ പറയട്ടെ ഇന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്തതെന്നും. അങ്ങനെ വളരെ മോശം ഒരു നിലയിൽ അവർ നിൽക്കുമ്പോൾ മറ്റുള്ളവർ ഞങ്ങളെപ്പോലെയാണെന്ന് കണ്ട് ജനൻ TV പോലുള്ള സംഘപരിവാർ നടത്തുന്നു. കേരള വിരുദ്ധ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആ സംഘപരിവാർ നടത്തുന്ന ഒരു മാധ്യമം പറഞ്ഞ വാർത്ത വെച്ച് ഇങ്ങനെ പറയേണ്ടുന്ന ഗതികേട് കോൺഗ്രസ്സിനുണ്ടാവാൻ പാടില്ല എന്നാണ്. ഖേദകരമായ കാര്യമാണ്. അവർ ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുക, അത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ആവുക, UDF ആവുക. അവരുടെ ലക്ഷ്യം എന്താ? കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ച് തകർക്കുക എന്നാണ് സംഘപരിവാർ കേന്ദ്ര ഗവൺമെൻറ് നീക്കം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അതിനെ ചെറുത്ത് നിൽക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, കേരളത്തിൽ അനവധിയായ സഹകരണ സ്ഥാപനങ്ങൾ UDF നടത്തുന്നുണ്ട്. ഈ സഹകരണ മേഖല വലിയ തോതിൽ അതിനെ പൊളിച്ചെടുക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ സംഘടിതമായ പോരാട്ടമാണ് ഈ കേരളത്തിൽ നടന്നത്. അത് ഇടത് വലത് നോക്കിയിട്ടല്ല. കേരളത്തിൻ്റെ ഓരോ മലയാളിയുടെയും അഭിമാനമാണ് ഇന്ത്യയിൽ സഹകരണ മേഖല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മാതൃകാപരമായി നടത്തുന്നത് ഈ കേരളത്തിലാണ്. അപ്പോൾ ഈ BJP മാധ്യമത്തിന് വിടുവേല ചെയ്യാൻ കോൺഗ്രസ്സുകാർ ഇറങ്ങി പുറപ്പെട്ടത് വളരെ ഖേദകരമായ കാര്യമാണ്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നവരല്ലാതെ ജനത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പണം അതും തുകയെല്ലാം പറഞ്ഞിട്ടുണ്ട്. തുകയെല്ലാം പറയുന്നെങ്കിൽ കുറച്ച് കൂട്ടി പറയണമല്ലോ. അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ നിലയിലാണ് അതിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയതിന് ശേഷമാണെന്ന് അറിയില്ല. ഇന്നലെ പുതിയ വാർത്ത വീണ്ടും അവർ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, അതിനെല്ലാം കൃത്യമായി കൈയും കെട്ടി കണക്ക് പറയേണ്ടി വരും. തെറ്റായ കാര്യം 1 കോടി ഉറുപ്പിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടി നിശ്ചയിച്ച് KD അഗസ്റ്റിൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതവർക്ക് ഇന്നലെയോ ഇനിയാണോ കിട്ടിയിട്ടുണ്ടാവും. തുടർന്ന് ഈ കാര്യങ്ങൾ ചെയ്യാം. വളരെ വളരെ മോശമായ നിലപാടാണ്
UDF വിശേഷിച്ച് ഞങ്ങൾ പറയുന്നില്ല, കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് അത് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടില്ല. കേന്ദ്ര ഭരണം അവർക്കില്ല, സംസ്ഥാന ഭരണം 9 കൊല്ലമായി LDF, ഇനിയും LDF വരും എന്ന രീതിയിൽ അവർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ചെറുകിട പഞ്ചായത്ത് ഭരണമൊന്നും കിട്ടിയിട്ട് ഭരണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയായി അത് മാറുന്നുണ്ട്. അതോടുകൂടി ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എല്ലാ കോൺഗ്രസ്സുകാരും, ചില കോൺഗ്രസ്സുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിവർ കാണിച്ചിട്ടത് മര്യാദകേടാണ് എന്ന് പറഞ്ഞ് നല്ല കോൺഗ്രസ്സുകാരുണ്ട്. അവരെയൊന്നും ഇതിൻ്റെ ഭാഗമായി നിർത്തുന്നില്ല. നേതൃരംഗത്തെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരാണ് ഇത്തരം തെറ്റായ പ്രചരണം നടത്തുന്നത്. അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ നല്ല പ്രചരണം നടത്തി ഞങ്ങളുടെ പക്ഷത്ത് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഇതിലും വലിയ കാര്യങ്ങൾ ഇതിനു മുമ്പ് പാർട്ടി നേരിട്ടിട്ടുള്ള ഒരുപാട് അനുഭവമുണ്ട്. അതിനെല്ലാം പ്രതിരോധിച്ചും മുന്നേറിയും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നത്. ഈ ഒരു സൊസൈറ്റി ഒരു ആരോപണം സൊസൈറ്റിയുടെ പേര് പറയാനില്ല. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു ആരോപണം പറഞ്ഞു, അതിന്റെ പേര് പറയാനില്ല. പാടിച്ചാൽ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരിയെ അവിടുത്തെ ഒരു പ്രമുഖൻ അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെല്ലാ ആളുകൾക്കും ഊമക്കത്ത് വരുന്നുണ്ട്. CPM-ൻ്റെ ആളുകൾക്കുണ്ട്, അമ്പലംകാർക്ക് ഊമക്കത്തുണ്ട്, അങ്ങനെ കുറേ ഊമക്കത്ത് വരുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഇത് പറയാതിരുന്നത്. അതിൻ്റെ ഊമക്കത്ത് വന്നതും പരിശോധിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും പാടിച്ചാൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നമില്ലെന്നൊക്കെ പറയുന്നത് പാടിച്ചാൽ ബാങ്കിൻ്റെ അധികാരികളാണ്, ഞങ്ങളത്. മിൽമ സൊസൈറ്റി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ ഏത് മിൽമ സൊസൈറ്റിയിലാണ് വിജിലൻസ് അന്വേഷണം ഉണ്ട്. ഒരു ആൾ പരാതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടോ ആ പരാതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരാൾ പരാതി കൊടുത്താൽ വിജിലൻസ് അന്വേഷണം വരും. ആ വിജിലൻസ് അന്വേഷണം വരുമ്പോഴേ ഒരു എതിർ പാർട്ടിക്കാർ പത്രസമ്മേളനം നടത്തലും ഇതിങ്ങനെ പറയലുമാണോ ശരി? അതൊന്ന് പരിശോധിക്കണ്ടേ. അതുപോലെ തന്നെ ഈ അന്വേഷണ കമ്മീഷനുകാർ ഇല്ലാതെ പറയുമ്പോൾ ഒരു വിഭാഗം പാർട്ടി കുടുംബവും പാർട്ടി അംഗങ്ങളും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണം ഉണ്ടായിരുന്നുവെന്നും അത് അന്വേഷിച്ചു, അത് ആവശ്യത്തിന് കുറ്റക്കാരനല്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പോസ്റ്റും കൂടെ അവർ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ബാഹുബലിയെ കട്ടപ്പ പുറകിൽ നിന്ന് കുത്തിയത്, ബാഹുബലിയെ കട്ടപ്പ പുറകിൽ നിന്ന് കുത്തി തോന്നിച്ചെന്നെ പറയുന്നുണ്ട്. അപ്പൊ ബാഹുബലിനത് കട്ടപ്പ ഈ അകശേട്ടനായി തന്നെ ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. അത് പാർട്ടി പ്രവർത്തകരല്ല. ആ പോസ്റ്റൊക്കെ നമ്മളെ ശ്രദ്ധപ്പെടുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരല്ല, പക്ഷെ സ്വാഭാവികമായിട്ട് പാർട്ടി അനുഭാവികളും അല്ലെങ്കിൽ ബന്ധുക്കളും നാട്ടിൽ കണ്ട ആളുകളൊക്കെ എന്തെല്ലാം അഭിപ്രായം പറയും. പിന്നെ അതിന്റെ ഭാഗമാക്കി പാർട്ടി ആൾക്കാരും പോകുന്നുണ്ട്. കമന്റ് വായിക്കുമ്പോൾ ഈ പുതിയ കാലത്ത് ഈ വാട്സപ്പ് പ്രചരണവും അവരവർക്ക് തോന്നിയ രീതിയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് വസ്തുതയാണോ എന്ന് നിങ്ങളൂടെ അന്വേഷിക്കുക. അതിനെല്ലാം മറുപടി പറയുക എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുന്നതല്ലാതെ ആകെ ഓരോരാൾക്കും മറുപടി കൊടുക്കുക എന്നുള്ളത് നമുക്ക് ആ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല. പാർട്ടി പ്രവർത്തകരായ ആളുകൾ തെറ്റായ രീതി അവലംബിച്ചാൽ ഞങ്ങൾ അതിനനുസരിച്ച് പറയും. ഇപ്പൊ എന്തോ രഹസ്യരേഖ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ്. 14-15 ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് 2,70,70,000 രൂപയുടെ ഡിഫറൻസ് കാണുന്നു ഗ്രാമഗതി കളക്ഷൻ ബാങ്കിലുള്ള ബാലൻസുമായി ബന്ധപ്പെട്ട്. ഇതാണ് എഴുതി വെച്ച കാര്യം. ആരോട് മേടിക്കും പൈസ? ആരോടും മേടിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യത്തിൽ KDS മധ്യസ്ഥം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം KDS 50,000 വെച്ച് പൈസ മേടിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിഹത്യയുടെ ഭാഗമല്ലേ? അത് കോൺഗ്രസ് നേതാക്കന്മാർ ഏറ്റെടുക്കാൻ പാടില്ല. ഗോകുൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. നാട്ടിൽ അശാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുളപ്പുറപ്പള്ളിയുടെ ശ്മശാന വിഷയം ഉയർത്തി ഇവിടെ ഇല്ലാത്ത കലാപം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരാളാണ് അല്ലേ? ഇപ്പോൾ മുളപ്പുറപ്പള്ളിയിൽ ശവം മറവ് ചെയ്യുന്നില്ലേ? ഇല്ലേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുളപ്പുറത്തെ പള്ളിയിലെ അമ്പലംകാരും തമ്മിൽ സഹകരിക്കുന്നില്ലേ? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. അപ്പോൾ RSSൻ്റെ പ്രവർത്തകനായി ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു ഗോകുൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഏറ്റുപിടിക്കേണ്ടവരാണോ ചെറുപുഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ? മേലുത്താന്നി കോറ, ഈയങ്കല്ല് കോറ, ചൂരപ്പട് കോറ, 3 കോറയ്ക്ക് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ വക്കീൽ അപര്യാപ്തമായതുകൊണ്ട് ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള പാരിസ്ഥിതിക പ്രവർത്തനെ കൂടി വക്കീലാക്കിയിട്ട് കേസ് നടത്തി പൂട്ടിച്ചത് CPM-ആണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ എന്ന് പറയുകയാണ് കോറ മാഫിയോട് ഞങ്ങൾ പൈസ വാങ്ങി.
രാജഗിരി കോറയ്ക്ക് LDFിൻ്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഹൈക്കോടതി പോവാണ് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ട. ബാർ മുതലാളിമാരോട് പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ എലഗൻസ് ബാറിന് NOC കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണസമിതി ചെറുപുഴ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് എന്ന് ഇവിടെ രഹസ്യമായ പരസ്യമാണ്. ഞങ്ങൾക്ക് ആ പാരമ്പര്യമല്ല ഉള്ളത്. ആ കാര്യമാണ് നമ്മൾ നിർവഹിച്ചു വരുന്നത്. ഇത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു വിഭാഗം, എല്ലാവരും ആ ഗണത്തിൽപ്പെട്ടതല്ല, ചില നേതാക്കന്മാർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആവശ്യമില്ലാത്ത പണിയായി പോയിന്ന് അറിയുന്ന നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഈ മഹേഷ് കുന്നുമ്മലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു വിഭാഗം നേതാക്കന്മാർ ശ്രമം നടത്തിയത് അവകാശിയായി പോയി എന്നാണ് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കൂടി അന്വേഷിച്ചാൽ ഇത് തിരിയും. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ആഗ്രഹമായിരുന്നു മേലെ അങ്ങാടി ഒരു കോലം ഉണ്ടാക്കുന്നത്. ആരെങ്കിലും അതിനുള്ള സ്ഥലം തരികയാണെങ്കിൽ എന്ന് അന്ന് പറയുന്നു, ഇന്നും പറയും. ഇനി ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് തീരാൻ വേണ്ടി കുറച്ച് കാലമുള്ളൂ. നാളെ കിട്ടിയാൽ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ പ്രഖ്യാപിച്ചു ആ തരത്തിലുള്ള കോലം ഉണ്ടാക്കി. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും. പിന്നെ സ്ഥലവും കിട്ടില്ല. ഇതിങ്ങനെ വായുവിനുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതിയൊന്നും പഞ്ചായത്ത് ഭരണസമിതിക്കില്ല. പിന്നെ അതൊക്കെ പറയുന്നതിനോട് എന്തിനാണ് ഞാൻ മറുപടി അറിയാവുന്നത്? പിന്നെ KDSനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നേതാക്കന്മാർ വളരെ ഭംഗിയായി പറഞ്ഞു കൊടുക്കും. എനിക്ക് KDS ചെറുതായിട്ട് പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന കാലം പോലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ KDS പൈസ വാങ്ങുന്നത്. എത്രയോ വർഷത്തെ പരിചയമുണ്ട്. ഞാൻ പാർട്ടിയുടെ ഭാഗമാകുന്നതിന് മുമ്പ് പോലെ തന്നെ എനിക്ക് KDSനെ പേഴ്സണലായിട്ട് അറിയാം. വേറെന്തെങ്കിലും പാർട്ടി പ്രവർത്തനത്തിൽ ആരുടെങ്കിലും പ്രത്യേക അനുഭാവം കാണിച്ചതോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ വെറുതെ നമുക്ക് പറയാം. പക്ഷെ ഒരു മനുഷ്യനെ കുറിച്ച് സാമ്പത്തിക ആരോപണം ഉന്നയിക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് അവരൊന്ന് സ്വന്തം ആരോപിക്കും. നമ്മളൊക്കെ ഈ സാമ്പത്തിക പ്രവർത്തനം ഇത് ആർക്കെതിരെ വേണമെങ്കിലും പറിച്ചുവിടാവുന്ന കാര്യമാണ്. ഞങ്ങൾ ആർക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അല്ല പത്രസമ്മേളനം നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും പുണ്യവാന്മാരാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനൊന്നും ധരിക്കണ്ട. ചെറുപുഴ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കറതികർന്ന സാമ്പത്തികമായി ഒരു അത്യാഗ്രഹവും ഇല്ലാത്ത ആൾക്കാരാണെന്നും പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആരെക്കുറിച്ചും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞതിൽ മാന്യമായി പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പേരേലും പറയുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പല പത്രങ്ങളും ആ നേതാവ് ഈ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലിട്ടത്. അവർക്കറിയാം ഇവിടെ ചെറുപുഴയിലുള്ള പത്രപ്രവർത്തകർക്ക് എനിക്കറിയുന്നത് പോലെ തന്നെ KDSനെ അറിയാം. അതുകൊണ്ടാണ് നിങ്ങളാരും KDS എന്നുള്ള പേര് വെക്കാതെ പലരും വാർത്തയൊക്കെ വന്നു പേര് വെക്കാതെ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്താണ് വേറൊരു ആരോപണം? CPM നേതാക്കന്മാർ ഇപ്പോൾ ഏതാണ്ട് വലിയ ആർഭാടപൂർവമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന CPM പ്രവർത്തകർ അതൊന്ന് തേച്ച് മിനിക്കൊണ്ടിരിക്കുന്നു. കാലത്തിനനുസരിച്ച് കോലം കെട്ടാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ ഇനി നടന്നേ പോകാവുള്ളൂ. ഞാൻ കോഴിച്ചാലിൽ നിന്ന് ചെറുപുഴയിലേക്ക് എല്ലാ ദിവസവും നടന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. രാത്രി 7 മണിയാകുമ്പോഴും 8 മണിയാകുമ്പോഴും തിരിച്ചു പോകുന്നു, നടന്നേ പോകാൻ പാടുള്ളൂ. ജോയി ചട്ടിവയലിൽ നിന്ന് സ്കൂട്ടി ഓടിച്ച് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തായാലും അല്ലാതെ ഇവിടെ ഞങ്ങളാരും അനാവശ്യമായി ആർഭാട ധൂർത്ത് നടത്തിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി നടത്തിയതായിട്ട് ഇവിടെ ആർക്കും പറയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളാരും എലിഗൻസ് ബാറിലെ സന്ദർശകർ പോലുമല്ല. സ്ഥിരം സന്ദർശകർ എന്നല്ല ഞാൻ പറഞ്ഞത്, സന്ദർശകർ പോലുമല്ല. അവിടെയൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ റേഷൻ കടയിൽ പോയി റേഷൻ സാധനം മേടിക്കുകയും പിന്നെ എന്താണ് സിവിൽ സപ്ലൈസിൽ പോയി സാധനം വാങ്ങുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കുറിച്ച് ഈ വർത്തമാനം പറയുന്നവർ ജനത്തിന് തിരിച്ചറിയാം. ഞാൻ അത് മാത്രമേ പറഞ്ഞു. ഈ പറഞ്ഞ പഞ്ചായത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്കും KDSനെതിരെ നടത്തിയ ആരോപണങ്ങൾക്കും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ CPM പ്രവർത്തകർക്കെതിരെ നടത്തിയ ആരോപണങ്ങളൊക്കെ നാട്ടുകാർക്ക് തിരിച്ചറിയാം. ഞങ്ങളുടെ ബലം അവരാണ്. ഇവരിങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മറ്റു വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഏത് തരത്തിലുള്ള പ്രചരണം നടത്തിയാലും തെല്ല് പോലും ഞങ്ങൾ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് ആ കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അത് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും തിരിച്ചറിയുകയും ചെയ്യാം. എനിക്കത് പറയാനുള്ളത്. കോൺഗ്രസ്സുകാരുടെ ഈ അധപതനത്തിനെ കുറിച്ച് എനിക്ക് വിഷമം ഇത്രയും മാത്രമേ ഞാൻ പറയാം. ഇനി കൂടുതൽ പറയേണ്ട എനിക്ക് സാഹചര്യം.
അതിലിപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് അത് പൊളിച്ചു മാറ്റിയിട്ട് ചെയ്തു കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പൊളിച്ചു മാറ്റാൻ സാങ്കേതികമായി ചില തടസ്സമുണ്ട്. കാരണം സാമൂഹ്യക്ഷേമ വകുപ്പിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് പൈസ മുടക്കി അത് മുലയൂട്ടൽ കേന്ദ്രമായി കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം, ഇപ്പം 3 വർഷം മുന്നോട്ട് പണം മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടും സാങ്കേതികമായ ഒരു ആവശ്യം. പക്ഷേ തീർച്ചയായും അവിടെ ഉള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഓവർ ക്രൗഡാണ്, അത്രയൊന്നും സ്ഥലമൊന്നും ഉള്ള സൗകര്യം വെച്ചിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇല്ല. പക്ഷെ പൊളിക്കത്തില്ല. സ്ഥലത്തിന്റെ പകുതി പോലും വേണ്ട ശരിയായിട്ട് സ്കീമിന്റെ കമ്പിയൊക്കെ എടുത്തിട്ട് ഒരു അത് പൊളിക്കാൻ നമുക്കിപ്പോ തൽക്കാലം പറ്റില്ല. പക്ഷെ അതിനോട് ചേർന്ന് നമ്മൾ ചെയ്യുള്ളൂ. ചേർന്ന് ചെയ്യാൻ വേണ്ടി പദ്ധതി വെച്ചിട്ടുണ്ട്. സൗകര്യങ്ങൾ ഉണ്ടാക്കും. ഇത് നമുക്ക് എപ്പോൾ ഉണ്ടാക്കാം? ഇതിനൊക്കെ ഒരു നിശ്ചിത പീരീഡ് ഉണ്ട്. ഇത്ര വർഷം കഴിഞ്ഞ് കഴിയുന്ന ഈ സാധനം അബോളിഷ് ചെയ്യാൻ ഒരു ഇതുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ അന്നത്തെ ഭരണസമിതിക്ക് അത് പൊളിച്ച് മാറ്റിയിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതിന്റെ ഫ്രണ്ടില് ബ്ലോക്ക് ചെയ്ത് വെച്ച ആ പോർഷൻ പൊട്ടിച്ചെറിയാൻ തന്നെ ആളുകൾക്ക് കയറാൻ ഇറങ്ങാൻ ഈസിയാണ്. ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ ഉണ്ടാക്കിയവരെ ഞാൻ കുറ്റം പറയില്ല, അവർക്ക് സാഹചര്യം ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ അത് പൊളിച്ചു കളയണമെങ്കിൽ ഈ പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എത്ര വർഷമായി, എത്ര പണം മുടക്കിയിട്ടുണ്ട്, അവര് ഇപ്പൊ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടില് എന്ന് പറഞ്ഞതുപോലെ ആ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ മുടക്കിയ പണം അവിടുത്തെ കെട്ടിടം കാണുന്നില്ല. ഇതിലെങ്ങാനും പോയ ഒരു ഓഡിറ്റർ ആണെങ്കിൽ ആ വകുപ്പ് കെട്ടിടം ഇല്ലാതെ അപ്പം തന്നെ എഴുതിയോ കെട്ടിടം കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ കൺസേൺ ഉദ്യോഗസ്ഥൻ അവര് സമാധാനം ആവശ്യമില്ല. ഇവിടെ വന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. നമ്മൾ എത്രയോ നൂറുകണക്കിന് വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഒരമ്മയും ഒരു യുവാവായ മകനും എന്ന് പറഞ്ഞാൽ ഏതമ്മയാ, ഏത് യുവാവാ? അത് പറഞ്ഞാലല്ലേ നമുക്കത് സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഉറപ്പിച്ചു അറിയാം, ജനിച്ചതിന് ശേഷം 1 രൂപ ഏതെങ്കിലും ഒരാളോട് പ്രശ്നം ഇന്നത് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഈ പണി തേച്ചാൽ മതിയാവും. മനസ്സിലായില്ല? അതാണ് നമ്മുടെ ഗ്യാരണ്ടി. നിങ്ങളോടും ഞാൻ പറയാം, നിങ്ങൾ പത്രക്കാരാണല്ലോ, അന്വേഷിക്കാൻ നല്ല മികവ് പ്രകടിപ്പിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഈ നാട് മുഴുവൻ അന്വേഷിക്കുക. എന്നിട്ട് 1 രൂപ KD അഗസ്റ്റിൻ വാങ്ങിയിട്ടുണ്ട് ഇന്നയാളോടെ ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതല്ലാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ പൊയ്വടി വെച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ചെറുകിട ഗ്രാമപഞ്ചായത്തിൽ ഭരണത്തിൻ്റെ തുടർച്ച വരാൻ പോവുക. കേരളത്തിൽ മാത്രമല്ല, പഞ്ചായത്തിലും ഭരണ തുടർച്ച വരാൻ വേണ്ടി പോവുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ UDF മേൽക്കൈയുള്ള പഞ്ചായത്തായിരുന്നു. ഇനി അത് LDF മേൽക്കൈയുള്ള പഞ്ചായത്താണ് ചെറുകിട പഞ്ചായത്ത്. അത് ഉറപ്പിക്കാൻ വേണ്ടി പോവുക ഈ തെരഞ്ഞെടുപ്പിൽ. അത് കണ്ടിട്ടുള്ള വെപ്രാളത്തിൻ്റെ കളിയാണ് കോൺഗ്രസും UDF എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്നത്. എന്തെല്ലാം അഭ്യാസം നടത്തിയാൽ ഇപ്പോൾ പറഞ്ഞില്ല ശശിയേട്ടൻ. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആളുകൾ കണ്ടിട്ടും ഫോൺ വിളിച്ചിട്ടും ഒക്കെ ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ വരെ ചിലതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചു ഈ വാർത്ത. അവരെല്ലാം തിരുത്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും തിരുത്തി വരും. സത്യത്തിനെ നിലനിൽപ്പുള്ളൂ. ഈ കള്ളത്തരത്തിനൊക്കെ അല്പായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറച്ചാളിങ്ങനെ നാട്ടിലിങ്ങനെ തട്ടി കളിക്കും, അതോടെ അത് അപ്രത്യക്ഷമാവും. അതുകൊണ്ട് അക്കാര്യം നമുക്കൊരു ഭയവും ഇല്ല. ഇങ്ങനെ എമ്മാരി എത്ര വാർത്ത വന്നാലും ഈ രംഗത്ത് നിന്ന് പിന്മാറാനും തീരുമാനിച്ചിട്ടില്ല. ധൈര്യമായി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം ജനം TVക്കെതിരായി നമ്മൾ കേസ് കൊടുക്കാൻ കാരണം പേരുൾപ്പെടെ എടുത്ത് പറഞ്ഞല്ലോ, ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് വക്കീൽ നോട്ടീസിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ഇന്നിപ്പം മിക്കവാറും അയാൾക്ക് വക്കീൽ നോട്ടീസ് കിട്ടിയേക്കും. രജിസ്റ്റേർഡ് പോസ്റ്റാണ്. മിനിങ്ങാന്നാണ് അയച്ചത്. മിനിങ്ങാന്ന് അയച്ചാൽ ഇന്ന് അത് കിട്ടും. നഷ്ടപരിഹാരത്തിന് കേസ് നമ്മൾ ഫയൽ ചെയ്യും. മാന്യമായ നിലയിൽ അതിനകത്ത് തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം, ആവശ്യമില്ലാതെ ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ വിട്ടതാണ് എന്ന് ക്ഷമാപണം നടത്തിക്കൊണ്ട് വന്നാൽ അത് പരിഗണിക്കും. അല്ലാത്ത പക്ഷം കോടതിയിലേക്ക് പോകും. അങ്ങനെയാണ് പാർട്ടി തീരുമാനിച്ചത്. ആ പാർട്ടിയുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. അതിനോട് ചേർത്തുകൊണ്ട് പല പ്രചരണം നടക്കുന്നുണ്ട്. എല്ലാ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, വസ്തുതാപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായി ഈ വന്നതിനെല്ലാം അതിൻ്റെ അർത്ഥത്തിൽ അവജ്ഞയോടെ
ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക. ആവേശത്തോടെ LDFൻ്റെ CPMൻ്റെ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. സത്യത്തിൻ്റെ കൂടെ, യാഥാർത്ഥ്യത്തിൻ്റെ കൂടെ, ധാർമ്മികതയോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും എല്ലാ പൊള്ളത്തരവും പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. അപ്പോൾ ഈ അസുഖം എല്ലാം നിന്ന് കിട്ടും. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാം. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.